ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു ഉഗ്രൻ ഒരു കേക്കാണ്. അതായത് നമ്മളാണേൽ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടായിരുന്നു, നമ്മുടെ ഡ്രീം കേക്കിന്റെ ഓപ്പൺ ആക്കുന്ന വീഡിയോ. അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കേക്കിന്റെ വീഡിയോ ആണിത്. ഇതും അതുപോലെ തന്നെ ഡ്രീം കേക്ക് ടൈപ്പ് തന്നെ സെയിം പാലട പായസത്തിന്റെ ഒരു കേക്കാണ്. അതും ഒരു ഡ്രീം കേക്ക് സെയിം പാക്കിങ്ങും എല്ലാം തന്നെയാണ് ഇതിനും ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഡ്രീം കേക്ക് ഓപ്പൺ ആക്കിയാൽ നമുക്കൊരു ഷോർട്ട് വീഡിയോ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, ലോങ് വീഡിയോ ഇടാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് അതിന്റെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ടേസ്റ്റ് ഉഗ്രനാണ് കേട്ടോ. ഞാൻ ഓൾറെഡി അവിടുന്ന് സാമ്പിൾ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അതിന്റെ ടേസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ മേടിച്ചത്. നമുക്കൊരു പായസം കുടിക്കുന്ന അതേ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ടാണല്ലോ ഈ പായസത്തിന്റെ ഒക്കെ സിപ്പപ്പ് ഒക്കെ കഴിക്കത്തില്ലേ, ആ ഒരു രുചി, പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ മേടിച്ചു. ഇതിന് അവര് പറഞ്ഞ 3 ലെയർ ഉണ്ട്, സെയിം നമ്മുടെ ഡ്രീം കേക്ക് പോലെ തന്നെ. എല്ലാം ഞങ്ങൾക്ക് ആണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്തല്ലോ നോക്കിയുള്ളൂ. അപ്പം നമുക്ക് ഈ വീഡിയോ കാണാം, എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ മുമ്പ് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. അതായത് എല്ലാവർക്കും ഇപ്പൊ പരിചയമാണ് ഡ്രീം കേക്ക് പോലെ തന്നെ ഇപ്പൊ നമ്മളുടെ ഒരു പുതിയൊരു കേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, ഒരു പാലട പായസം കേക്ക്. നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഇറക്കിയിരിക്കുന്ന ഒരു കേക്കാണ്. ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ഇതിനകത്ത് മുട്ട ചേർക്കുന്നില്ല. അപ്പം എഗ്ലെസ് പാലട പായസം കേക്കാണ് ഇത്. നമ്മുടെ ലുലുവിലെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങളാണ് ഇതിന്റെ സാമ്പിൾ ആണെങ്കിലും അവിടുന്ന് ട്രൈ ചെയ്തിട്ടാണ് ഈ കേക്ക് മേടിച്ചത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും കുറച്ച് വെറൈറ്റി നോക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ ഓണം സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഇപ്പൊ നമ്മൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നമ്മളാണെങ്കിലും ഓണം ആഘോഷിക്കണമെന്നും അതുപോലെ തന്നെ നമ്മളുടെ ഓരോ സെലിബ്രേഷനും നമ്മൾ ആഘോഷിക്കണമെന്നും എല്ലാം കാണുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പൊ നമുക്ക് ഈ ഓണത്തിന് ഒരു ചെറിയ സ്പെഷ്യൽ ആവാം. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്ക് ഇപ്പം പായസമൊക്കെ ഉണ്ടാക്കാൻ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ തന്നെ നമുക്കുണ്ടല്ലോ ഈ ഒരു കേക്ക് മേടിച്ച് ട്രൈ ചെയ്താൽ നമുക്ക് അതേ ഫീലിങ്സ് കിട്ടും. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് മേടിച്ചു, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു, ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം തോന്നി. അപ്പം ഞങ്ങൾ എടുക്കുന്ന ഒരു വീഡിയോ മാത്രം കേട്ടോ, അല്ലാണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പം നമ്മൾ മലയാളികളല്ലേ, നമ്മൾ വെറൈറ്റികൾ കാണുമ്പോൾ നമ്മൾ മേടിച്ച് ട്രൈ ചെയ്യും. അപ്പം നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളോട്, അതിനുവേണ്ടി മാത്രം എടുത്ത വീഡിയോ കേട്ടോ. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് മേടിച്ച് ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും എല്ലാം നിങ്ങൾക്കാണെങ്കിൽ ഇതിന് ഓൾറെഡി എല്ലാം മെൻഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവരും മേടിക്കണം കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഓൾറെഡി ഇവിടെ മെൻഷൻഡ് ആണ്, നമ്മുടെ എഗ്ലെസ് പാലട പായസം കേക്കാന്നുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുള്ളത് അവരാണെങ്കിൽ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫ്ലോർ, ഷുഗർ, മിൽക്ക്, ഗ്ലൂക്കോസ്, സാൾട്ട്, അങ്ങനെ എല്ലാ ഇത് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങായും പിന്നെ അതുപോലെ തന്നെ പാലടയുടെ മിക്സും എല്ലാം അവർ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ പാക്കിങ് സെയിം നമ്മുടെ ഡ്രീം കേക്ക് പോലെ തന്നെയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. ഇതിന്റെ സൈഡിലൂടെ വന്നിരിക്കുന്ന ഈ ഗോൾഡന്റെ ഇതും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളറ്. അപ്പം ഇത് നമ്മളുണ്ടല്ലോ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാണ്ട് വയ്യ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളിത് ഓപ്പൺ ആക്കി എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലുക്ക് പോലെ തന്നെ ആശാന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമുക്കൊരു പായസം തിന്ന് അതേ തൃപ്തി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പായസം എന്ന് പറഞ്ഞുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ എവിടെ കണ്ടാലും മേടിക്കും. ഇപ്പോൾ ലുലുവിലൊക്കെ ആണെങ്കിൽ ഓണത്തിന്റെ ഈ ഒരു ആഴ്ച മുമ്പ് തൊട്ടേ ഉണ്ടല്ലോ നമുക്ക് എന്നും അവിടെ പായസം അവൈലബിളാണ്. അപ്പം ഞാൻ എന്നും മേടിച്ച് കഴിക്കാറുണ്ട് ഓരോന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എപ്പം പോയാലും ലുലു പോയാലും നമ്മൾ നോക്കുന്നൊരു കാര്യമാണ് പായസം ഉണ്ടോ, അതുപോലെ തന്നെ നമ്മളുടെ കേരള ഐറ്റംസ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ എനിക്ക് നമുക്കൊരു പായസം കഴിക്കുന്ന അതേ ഫീൽ കിട്ടി ഈ കേക്ക് തന്നപ്പം. അതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് മേടിച്ചത്. അപ്പം നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നുണ്ടല്ലോ കുവൈത്താറ്റ് ലുലുന്ന്, അതായത് നമ്മുടെ അബുദാബി അലൈനിലുള്ള, അതായത് UAE അലൈനിലുള്ള കുവൈത്താറ്റ് ലുലു എന്നാണ് നമ്മൾ മേടിച്ചത്. നമ്മൾ ഒരിക്കലുണ്ടല്ലോ ഡ്രീം കേക്ക് ഇതുപോലെ മേടിച്ചായിരുന്നു. അത് ഓപ്പൺ ആക്കുന്ന വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ എടുക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കി കാണിക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമില്ലേ, അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഈ വീഡിയോ എടുത്തു കേട്ടോ. അപ്പം നിങ്ങൾ റെഡിയാണല്ലോ?
ഇവിടെ ഞാൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അച്ചാച്ചനെയും കൂടി ഇത് ഓപ്പൺ ആക്കിക്കാം. അപ്പൊ നമ്മുടെ കേക്ക് ഓപ്പൺ ആക്കാൻ പോവാ കേട്ടോ. എല്ലാം ക്യാഷും എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കുണ്ടല്ലോ ഡ്രീം കേക്ക് ഓപ്പൺ ആകുന്നതൊക്കെ തന്നെ ഇതിന് എനിക്ക് തോന്നുന്നു വേറെ ലെയർ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്താലേ അറിയത്തുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓക്കെ. അപ്പം ഇതിന്റെ ടേസ്റ്റും നല്ലതാണ്. അപ്പം അച്ഛനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ചേച്ചാ? നമ്മുടെ പാലട പായസം തന്നെ, പിന്നെ കേക്കിന്റെ ഒരു ടേസ്റ്റും കൊടുക്കും. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള പായസവും വിത്ത് കേക്ക് അടിപൊളി സാധനം. ഓണത്തിന് ഇത് മേടിക്കാലോ എല്ലാവർക്കും അല്ലേ? പിന്നെ അപ്പൊ എല്ലാ ലുലുവിലും അവൈലബിൾ ആ കേട്ടോ. നമ്മുടെ ഡ്രീം കേക്കിന്റെ ഒരു ക്രീമി ടൈപ്പ് അല്ലേ, അതേമാതിരി നല്ല ക്രീമി ആയിട്ടുള്ള പാലട പായസം വിത്ത് കേക്ക്. അപ്പൊ എല്ലാരും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മളുടെ കേക്ക്. അപ്പൊ സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ എഗ്ഗൊന്നും ഇല്ല. ഇപ്പം എഗ്ഗൊന്നും കഴിക്കാത്തവരാണെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ എല്ലാരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. അപ്പൊ എല്ലാരും നിങ്ങൾ മേടിച്ച് നോക്കുക, കഴിക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം ഇടുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ അടുത്ത ലെയറും കാണാം. സെയിം ഡ്രീം കേക്ക് പോലെ തന്നെ ഓരോ ലെയർ ആയിട്ട് തന്നെയാണ് ഇത്. ഒരു ഇത് പായസത്തിന്റെ ഇത് വന്നാല് ഒരു സൈഡ് കേക്കിന്റെ ഇത് വരുന്നുണ്ട്. അപ്പൊ ഇത് ടോട്ടല് ഇതിന് 3 ലെയർ ഉണ്ട്. അപ്പം നിങ്ങൾ ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കേക്ക് കേട്ടോ. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം നമ്മൾ മലയാളികൾ എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നതല്ലേ. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു ഓണം വന്നപ്പം അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ, അതായത് നമ്മളുടെ സദ്യ, അതുപോലെ തന്നെ നമ്മുടെ ഓണക്കോടി, അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഓണം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സ്പെഷ്യൽ കാര്യമല്ലേ. അപ്പം പൂക്കളം, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് നമുക്ക് ഇതും കൂടെ ഉൾപ്പെടുത്താം. കാരണം ഇത് ശരിക്കും നമ്മുടെ ഒരു പായസത്തിന്റെ ടേസ്റ്റ് തന്നെ. ഇപ്പൊ നമ്മൾക്കൊരു പായസം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ട് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളൂ. നമുക്കൊരു പാലട പായസം കുടിച്ച് അതേ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വെറൈറ്റിയുമാണ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. അപ്പൊ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. ബൈ ബൈ.